നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ സർവീസ് കഴിഞ്ഞതിന് ശേഷം വാഹനം ഓടിക്കുമ്പോൾ ഒരു പുള്ളിംഗ്ലെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു സർവീസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സർവീസ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ടോ? കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു നല്ലൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: എൻ്റെ കാർ 2013 സ്വിഫ്റ്റ് VXi ആണ്, 60,000 കിലോമീറ്റർ സർവീസ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ കയറ്റം കയറുമ്പോഴും വലിവ് വളരെ കുറവാണ്. എന്തെങ്കിലും പരിഹാരമുണ്ടോ? അപ്പോൾ നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനം ഓവർടേക്ക് ചെയ്യുന്ന സമയത്തും ഒരു കയറ്റം കയറുന്ന സമയത്തും വലിമടുപ്പ്, അതായത് പുള്ളിംഗ്ലെസ്. എന്തുകൊണ്ട് പുള്ളിംഗ്ലെസ് ഉണ്ടാകുന്നു? വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ നമുക്കൊരു കാര്യം പറയാം. 2013 വാഹനമാണ്, VXi ആണ്, സ്വിഫ്റ്റ്, അതായത് പെട്രോൾ സ്വിഫ്റ്റ് ആണ് വാഹനം. 2013 പറയുമ്പോൾ ഇപ്പോൾ 2024 ആയിട്ടുണ്ട്, അതായത് ഏകദേശം 11 വർഷമായി. ഇതിനകത്ത് 60,000 കിലോമീറ്റർ സർവീസ് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഈ കസ്റ്റമർ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന പലരും ചിന്തിക്കുന്ന കാര്യം, എൻ്റെ വാഹനം 60,000 കിലോമീറ്റർ ആയി, പക്ഷേ ശരിക്കും ഈ വാഹനത്തിൻ്റെ സർവീസ് ചെയ്തിരിക്കുന്നത്, ഇത് ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ സർവീസ് കൃത്യമായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് 11ാമത്തെ വർഷത്തെ സർവീസാണ്. 11ാമത്തെ വർഷത്തെ സർവീസ് എന്ന് പറയുമ്പം എഞ്ചിൻ ഓയിൽ, ഓയിലിൻ്റെ ഫിൽറ്റർ, ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ AC ഫിൽറ്റർ മടുപ്പുണ്ടെങ്കിൽ AC ഫിൽറ്റർ മാറിയിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ ഒഴിച്ചാൽ വേറെ ഒന്നും ഈ വാഹനത്തിൻ്റെ സർവീസിൽ ചെയ്ത് കാണാൻ ചാൻസ് ഇല്ല. ശരിക്കും ഇതിപ്പോൾ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിലത്തെ വർഷത്തെ സർവീസിൽ പെട്രോൾ ഫിൽറ്റർ ഉൾപ്പെടെ എയർ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ് കാര്യങ്ങളൊക്കെ മാറേണ്ട സർവീസാണ്. അതായത് ഒരു പെട്രോൾ വാഹനത്തിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, സ്വിഫ്റ്റൊക്കെ ആണെങ്കിൽ തന്നെ പെട്രോൾ സ്വിഫ്റ്റിൻ്റെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ, ഓരോ 40,000 കിലോമീറ്റർ അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ അല്ലെങ്കിൽ 4 ഇയേഴ്സ്, 4ാമത്തെ വർഷം, 8ാമത്തെ വർഷം, പിന്നെ 12ാമത്തെ വർഷം, ഈ 3 കാര്യങ്ങളിലും ഈ 3 വർഷത്തിലും സർവീസ് കൃത്യമായിരിക്കണം. അതായത് ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ 4ാമത്തെ വർഷത്തെ നിങ്ങൾ ഈ എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ മാറിയതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽറ്റർ, ഫ്യൂവൽ ഫിൽറ്റർ, ഈ കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ? കൂളൻ്റ്, ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ മാറേണ്ടതാണ്, ഞാൻ എടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യമായിട്ട് മാറേണ്ട കാര്യമാണ്. പക്ഷേ ഇത് എത്ര പേര് മാറിയിട്ടുണ്ട് ചിന്തിച്ചു നോക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മാറിയിട്ടുണ്ട്, ഈ ചോദ്യം ചോദിച്ച വ്യക്തി ഇത് മാറിയിട്ടുണ്ടോ ഇല്ലെന്നൊന്ന് കൺഫേം ആക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഓട്ടം കുറവുള്ളവർ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിലും ഫിൽറ്ററും മാത്രം മാറിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, ബാക്കിയുള്ളൊന്നും മാറേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാരണമാണ്. ഏതൊരു പ്രോഡക്റ്റ് മേടിച്ചാലും ആ പ്രോഡക്റ്റിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ തന്നെ വാഹനത്തിൻ്റെ സ്പാർക്ക് പ്ലഗ് ആണെങ്കിലും എയർ ഫിൽറ്റർ ആണെങ്കിലും ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് ഫ്രീ ആയിട്ട് അവിടെ ഇരുന്നോളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ലാതിരുന്നോളൂ. വൺസ് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു കാലാവധി, അതായത് കൃത്യമായിട്ടൊരു കാലാവധി പറയുന്നുണ്ട്, ആ കാലാവധി തന്നെ ഇത് റീപ്ലേസ് ചെയ്തിരിക്കണം. അങ്ങനെ റീപ്ലേസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ വരുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോകും, ഇത് പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് നടക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എയർ ഫിൽറ്ററിലൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയാൻ സാധിക്കത്തില്ല. എയർ കയറുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ പൊടിയുടെ അംശവും കയറുന്നുണ്ട്. ഇത് ബ്ലോക്കായി പോകും, ഉറപ്പായിട്ടും ബ്ലോക്കായി പോകും. സ്പാർക്ക് പ്ലഗ് ആണെങ്കിലും സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ കറണ്ട് കൊടുക്കുന്നതാണ്, സ്പാർക്ക് വരുന്നതാണ്. ഇതിൻ്റെ ഫലമായിട്ട് ഇതിനും കംപ്ലൈൻറ്റ് വരും. പെട്രോളിൻ്റെ ഫിൽറ്റർ നമ്മളിപ്പോൾ ഓർക്കും, വലിയ ഓട്ടോ ഇല്ലല്ലോ, അത് കാര്യമാക്കണ്ട, 4 വർഷം കൂടുന്നവരും കൃത്യമായിട്ട് മാറി വിട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇതല്ല, ഇതിന് ശേഷം പിന്നെയും പ്രോബ്ലം കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം, വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് കാണിക്കുന്നുണ്ടോ. പൊല്യൂഷൻ ടെസ്റ്റ് നടത്തി നോക്കണം, പൊല്യൂഷൻ ടെസ്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് കൺഫേം ആക്കുക. ബാക്കി പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ പ്രശ്നം തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതല്ല, ഇത് കഴിഞ്ഞിട്ടും ഈ കംപ്ലൈൻറ്റ് മാറിയില്ലെങ്കിൽ ക്ലച്ച് എങ്ങനെയുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, സ്ലിപ്പ് വല്ലതും ഉണ്ടോ? കാരണം പ്രത്യേകിച്ച് ഓവർടേക്ക് ചെയ്യുമ്പോൾ വാഹനം റേസ് ആകുന്നതാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാഹനം പുള്ളിംഗ്ലെസ് ആയിട്ട് കാണിക്കുന്നുണ്ട്, ഓവറായിട്ട് ആക്സിലറേറ്റ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലച്ചിൻ്റെ കണ്ടീഷൻ കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്ലച്ച് മോശമായിട്ടുണ്ടെങ്കിൽ, കാരണം 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു 60,000 കിലോമീറ്റർ ഓടിയതാണ്, ക്ലച്ചിന് പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലച്ചും കൂടെ മാറി വിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന കംപ്ലൈൻറ്റ് മാറുന്നതായിരിക്കും, ഉറപ്പായിട്ടും മാറുന്നതായിരിക്കും.